ഐതിഹ്യമാലയിൽ അടുത്ത സ്റ്റോറി തുടങ്ങിയാലോ? അതാണ് കോട്ടയത്ത് രാജാവ്. കോട്ടയത്ത് രാജകുടുംബം നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷെ അതിനിടയിൽ മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ഉണ്ണി പിറന്നു. ചെറുപ്പത്തിൽ കുറേ പഠിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും ഗുണമൊന്നും ഉണ്ടായില്ല. ഈ രാജകുമാരന് 16 വയസ്സുള്ളപ്പോൾ അവരുടെ അയൽ രാജ്യാധിപനായ കോഴിക്കോട് സാമൂതിരി മരിച്ചു. പരസ്പരം സ്നേഹമുള്ള രാജകുടുംബക്കാരെന്താ ചെയ്യുക, കാര്യം തിരക്കി പോവുകയും അവിടെ സഹായം വേണമെന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. പക്ഷെ ബുദ്ധി കുറഞ്ഞ രാജകുമാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും രാജകുമാരൻ്റെ അമ്മ കുമാരനെ കൊണ്ട് എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് കുറച്ച് പരിവാരങ്ങളോട് കൂടി അവിടേക്ക് അയച്ചു. കുമാരൻ ഈ കോഴിക്കോട് രാജ്യത്ത് പോയി പറഞ്ഞത് മുഴുവൻ തെറ്റിപ്പോയി. അപ്പോൾ കോഴിക്കോടത്തെ അപ്പോഴത്തെ കുമാരൻ അവരെ കളിയാക്കി പറഞ്ഞയച്ചു. കുമാരൻ കാരണം നാണക്കേടുണ്ടായ കോട്ടയത്ത് രാജകുടുംബക്കാരെന്താ ചെയ്തേ, കുമാരനെ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് കുമാരധാര എന്ന് പറയുന്ന പുണ്യസ്ഥലമായ വെള്ളച്ചാട്ടത്തിൽ കൊണ്ടിട്ടു. അവിടെ കുറച്ചു നേരം കിടന്നപ്പോലും ആരായാലും മരിച്ചു പോകും. മരിക്കാതെ തിരിച്ചു വന്നാൽ വലിയ ജ്ഞാനികളാവും. അതായിരുന്നു അവിടുത്തെ ഐതിഹ്യം. പിറ്റേ ദിവസം ഭടന്മാർ കുമാരനെ ചെന്ന് നോക്കിയപ്പോൾ മരവിച്ച് കിടപ്പുണ്ടെങ്കിലും കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. തിരിച്ചു വന്ന കുമാരൻ്റെ മന്ദബുദ്ധികളായിട്ടുള്ള രീതികളൊക്കെ മാറുകയും നല്ല രീതിയിൽ വിദ്യയൊക്കെ അഭ്യസിച്ച് പഠിച്ച് നല്ല രീതിക്ക് വരികയൊക്കെ ചെയ്തു എന്നാണ് വിശ്വാസം.